ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നു, മൊത്തത്തിൽ എക്സാം എങ്ങനെയുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വൊക്കാബുലറിക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ചൊരു എന്താ പറയുക, ഒരു ഡിസ്കഷനും കൂടെ വെക്കാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് എന്നുള്ള രീതിയിലും കൂടെ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ. ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഡാഷ് ടു പാരീസ് ബിഫോർ. എന്തായിരിക്കും ആൻസർ വരിക? അപ്പൊ ഇവിടെ ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്താ വരിക? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറും അല്ലെ? അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടോ? ഹാവ് പ്ലസ് V3. നമ്മുടെ ബീൻ എന്ന് പറയുന്ന V3 ഫോം ആണ് കേട്ടോ. ഈ ബിയുടെ V3 ഫോം ആണ് ബീൻ എന്ന് പറയുന്നത്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹാഡ് പ്ലസ് V3 അല്ലെ? അപ്പൊ ഷീ ഹാഡ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ. ഇത് എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും 1 മാർക്ക് കിട്ടേണ്ടതാണ് കേട്ടോ. 1 മാർക്ക് കിട്ടേണ്ടതാണ്. ഇനി അടുത്ത ചോദ്യം കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഐ റിഗ്രറ്റ് ഡാഷ് യു ദാറ്റ് ദ ഈവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഈ റിഗ്രറ്റിന് ശേഷം ജെറൻഡും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ടു ടെൽ, അതായത് 2+V1 ഫോമും യൂസ് ചെയ്യാം. അപ്പൊ ഏത് കേസിലാണ് നമ്മൾ ജെറൻഡ് യൂസ് ചെയ്യുക, ഏത് കേസിലാണ് 2+V1 ഫോം യൂസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിഗ്രറ്റിന് ശേഷം ING ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും പാസ്റ്റിനെ റെഫർ ചെയ്യുന്ന കാര്യം പറയുമ്പോഴായിരിക്കും. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ റിഗ്രറ്റ് ക്വിറ്റിംഗ് മൈ ജോബ്. അപ്പൊ അത് പാസ്റ്റിനെ എന്താ പറയാ റെഫർ ചെയ്യുന്ന ഒരു കാര്യം പറയുന്നതുകൊണ്ട് തന്നെ ഐ റിഗ്രറ്റ് ക്വിറ്റിംഗ് മൈ ജോബ്. അതേസമയം ഇപ്പോ എന്തെങ്കിലും ഒരു കേസ്, ഇപ്പൊ ഒരു ബാഡ് ന്യൂസിന്റെ അനൗൺസ്മെന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ റിഗ്രറ്റിന് ശേഷം എന്താ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ഇവിടുത്തെ ആൻസർ ഐ റിഗ്രറ്റ് ടു ടെൽ യു ദാറ്റ് ദ ഈവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാഡ് ന്യൂസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ റിഗ്രറ്റിന് 2+V1 ഫോം വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ റിഗ്രറ്റിന് ശേഷം നമുക്ക് രണ്ടും യൂസ് ചെയ്യാം, ING ഫോമും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ 2+V1 ഫോമും യൂസ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ആൻസർ 2 ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, വെൻ ഐ അറൈവ്ഡ് ദേ ഡാഷ് ഫോർ ഓവർ ആൻ അവർ. ഇതായിരിക്കും ആൻസർ വരിക. നമുക്കറിയാം ഫോർ അല്ലെങ്കിൽ സിൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് ടെൻസ് ആണ് വരിക അല്ലെ? പെർഫെക്റ്റ് ഏതവിടെ ആൻസർ ആയിട്ട് വരുന്ന ആകെ കൂടെ ഒരെണ്ണം മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ടെൻസിൽ കൊടുത്തിട്ടുള്ളൂ. ഹാഡ് ബീൻ വെയിറ്റിംഗ്. വെൻ ഐ അറൈവ്ഡ് ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ഓവർ ആൻ അവർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിപ്ലോമാറ്റ്സ് എബിലിറ്റി ടു സ്പീക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് വാസ് കൺസിഡേർഡ് എ വാല്യുബിൾ ഡാഷ് ഇൻ ഇന്റർനാഷണൽ നെഗോസിയേഷൻസ്. എന്താ ആൻസർ വരിക? അസറ്റ് ആണ് അല്ലെ? ഒരു വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് നമ്മൾ പറയും. യെസ്. അടുത്ത ചോദ്യം, ദ ആർട്ടിസ്റ്റ് പെയിന്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഡാഷ് ദി ക്യാൻവാസ്. അപ്പോ ആർട്ടിസ്റ്റ് പെയിന്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഓൺ ദി ക്യാൻവാസ് ആണ് ശരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, പക്ഷെ ഇത് അവിടെ കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ടു വേണമെങ്കിൽ പറയാം. കാരണം ഓൺ ടു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മൂവ്മെന്റ് പറയുമ്പോഴാണ് നമ്മൾ ഓൺ ടു യൂസ് ചെയ്യുക. ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അല്ലെ, അകത്തേക്ക് വരുമ്പോൾ ആ ഒരു എന്താ പറയാ ഒരു മോഷനെ പറയുമ്പോഴാണ് നമ്മൾ സാധാരണ ഇൻ ടു പറയാം. അതേപോലെ തന്നെ ഓൺ ടു നമ്മൾ പറയുന്നത് ഒന്നിന്റെ മുകളിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അങ്ങനെ ഒരു മൂവ്മെന്റ് വരുമ്പോഴാണ്. ഇവിടെ ഓൺ കൊടുക്കാത്ത സ്ഥിതിക്ക് ഓൺ ടു ആയി ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ നെഗോസിയേഷൻസ് ബിറ്റ്വീൻ ദി ടു കൺട്രീസ് ഫൈനലി ഡാഷ് ആഫ്റ്റർ വീക്സ് ഓഫ് ഡിസ്കഷൻ ആൻഡ് ദി വാർ ബിഗാൻ. എന്തായിരിക്കും ആൻസർ വരിക? ഇവിടുത്തെ ആൻസർ വരുന്നത് ബ്രോക്ക് ഡൗൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസിൽ വെർബ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പറ്റുന്ന രീതിയിൽ കോഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ ഈ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ, ഇപ്പൊ നമ്മളൊരു മെഷീൻ അല്ലെങ്കിൽ ഒരു വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയും അല്ലെ? എന്ന് പറഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ അവിടെ വെച്ച് നിന്നു നമ്മൾ പറയും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു എഗ്രിമെന്റ് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ, അതൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ കൊളാപ്സ് ചെയ്തു എന്നുള്ള രീതിയിൽ പറയുമ്പോഴും നമ്മൾ ബ്രേക്ക് ഡൗൺ പറയും കേട്ടോ. ബ്രേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോക്ക് ഡൗൺ. അപ്പൊ നമുക്ക് ഇവിടെ അത് പറയാൻ പറ്റും. ഫെയിൽ ചെയ്തു എന്നുള്ള ഒരു മീനിങ് ആണ്. ദ നെഗോസിയേഷൻസ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഫൈനലി ഫെയിൽഡ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. ബ്രോക്ക് ഡൗൺ ആഫ്റ്റർ വീക്സ് ഓഫ് ഡിസ്കഷൻ ആൻഡ് ദി വാർ ക്യാൻ. അടുത്ത ചോദ്യം നോക്കാം. The detective's ability to notice the dash details led to the solving of the complex mystery. അപ്പൊ ഈ ഒരു ചോദ്യം അത്യാവശ്യം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. കാരണം ഇൻകോൺസ്പീഷ്യസ് എന്ന് പറഞ്ഞാല് കണ്ടുപിടിക്കാൻ പറ്റാത്ത തെളിവുകളൊക്കെ കാണുമ്പോൾ ആ ഒരു മീനിങ് ആണ് ഇൻകോൺസ്പീഷ്യസ് എന്ന്, കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ.
കോൺസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന, എളുപ്പം കാണാൻ പറ്റുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് കോൺസ്പീഷ്യസ്. അപ്പൊ ഡിറ്റക്റ്റീവ്സ് എബിലിറ്റി ടു നോട്ടീസ് ദി ഇൻകോൺസ്പീഷ്യസ് ഡീറ്റെയിൽസ്, പെട്ടെന്ന് ആരും കണ്ടുപിടിക്കാത്ത ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചുകൊണ്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക കോംപ്ലക്സ് ആയിട്ടുള്ള മിസ്റ്ററി, ആ മിസ്റ്ററിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ, ആ മിസ്റ്ററി സോൾവ് ചെയ്യാൻ പറ്റി എന്നുള്ള രീതിയിലാണ് മീനിങ് വരണ്ടേ. അതേപോലെ തന്നെ സാലിയന്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയിൽപ്പെടുന്ന. അപ്പോ ഇവിടെ മിസ്റ്ററി, കോംപ്ലക്സ് ആയിട്ടുള്ള മിസ്റ്ററി എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ അവിടെ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് വരേണ്ടത് എന്താ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത തെളിവുകളല്ലേ. അപ്പൊ ഇൻകോൺസ്പീഷ്യസ് ആണ് എനിക്ക് കൂടുതൽ കറക്റ്റ് ആയിട്ട് തോന്നുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ദ ടു കമ്പനീസ് റീച്ച്ഡ് ഡാഷ് വെൻ ദേ ഫെയിൽ ടു എഗ്രി ഓൺ ദി ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ദ ടു കമ്പനീസ് റീച്ച്ഡ് ഡെഡ് എൻഡ് അല്ലെ. ഡെഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അവസാനത്ത് എത്തി, ഇനി അത് എന്താ പറയാ പ്രോഗ്രസ് ചെയ്യില്ല, അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തി, അവസാനിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഡെഡ് എൻഡ് ആണ് വരിക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഷീ ഷോ ഡാഷ് കൺസേൺ ഫോർ ദി എൻവയോൺമെന്റൽ ഇഷ്യൂസ് ബൈ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ട്രീ പ്ലാന്റിംഗ് ക്യാമ്പയിൻസ്. ഇതും അത്യാവശ്യം നല്ല ഒരു എന്താ പറയാ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. അപ്പൊ ഇതിന് നമുക്ക് സബ് കോൺഷ്യസും അൺകോൺഷ്യസും ഒക്കെ എടുത്ത് മാറ്റാം അല്ലെ. പിന്നെയുള്ള രണ്ട് ഓപ്ഷൻസ് നോക്കിയേ. ഒന്ന് കോൺഷ്യൻഷ്യസ്, അതുപോലെ തന്നെ കോൺഷ്യസും ആണ്. കോൺഷ്യൻഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മുടെ മനസാക്ഷി പ്രകാരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസാക്ഷി കുത്തു വരുന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് കോൺഷ്യൻഷ്യസ്. അതേസമയം കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് ആയിട്ട് ചെയ്യാം, നമ്മുടെ ബോധപൂർവം ചെയ്യാം, അതാണ് കോൺഷ്യസ്. അപ്പൊ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ കൂടുതലും എന്താ മനസാക്ഷി പ്രകാരം ചെയ്യുന്ന, അല്ലെങ്കിൽ മനസാക്ഷിയെ അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് കോൺഷ്യൻഷ്യസ് ആണ് കൂടുതൽ ആപ്റ്റ് ആയിട്ട് തോന്നണേ. കോൺഷ്യസ് തെറ്റാന്നല്ല, പക്ഷെ കൂടുതൽ കറക്റ്റ് കോൺഷ്യൻഷ്യസ് ആണെന്നാണ്. അടുത്ത ചോദ്യം. ഡെസ്പൈറ്റ് ഫേസിംഗ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ് ഷീ ഡിസ്പ്ലേഡ് റിമാർക്കബിൾ ഡാഷ് ത്രൂ ഔട്ട് ദി ചാലഞ്ചിങ് പ്രൊജക്ട്. ആൻസർ ടെനാസിറ്റി. ടെനാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഫോംനെസ് ആയിട്ട് അല്ലെ. ഇപ്പൊ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ കേട്ടോ, എല്ലാവരും ശരിയാക്കി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. അപ്പൊ എനിക്ക് തോന്നിയത് ഈ 10 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ എന്തായാലും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. PSC എന്താണ് അതിന് ആൻസർ കൊടുക്കുക എന്നുള്ളത് അറിയില്ല. കാരണം രണ്ട് ആൻസേഴ്സും ഒരേപോലെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ആൻസേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പൊ വൊക്കാബുലറി കുറേ ചോദിച്ചു എന്നും പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വൊക്കാബുലറിയും കൂടെ അവസാനത്തേക്ക് വെക്കാണ്ട് നമ്മൾ നേരത്തെ തുടങ്ങുക. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും, നമ്മളത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ള വൊക്കാബുലറിയും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ടഫ് ആയിട്ടുള്ളതൊന്നും അല്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ എന്താ പറയാ രണ്ടെണ്ണം ഒരേപോലെ അല്ലെ, ഒരേ സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള കാരണം കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, നമുക്കെല്ലാം സെറ്റ് ആക്കാം. അപ്പൊ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ കൂടുതലും SSC ലെവലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ്, ഇംഗ്ലീഷ് നമ്മൾ പണ്ടത്തെ രീതിയിൽ PYQ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മളും അതനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ട് വരണം അല്ലെ. അപ്പൊ അതിനെന്ത് ചെയ്യണം, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഡെയിലി ഒരു 10-15 മിനിറ്റ് എങ്കിലും മിനിമം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുക. ഓക്കെ, അതേപോലെ തന്നെ വൊക്കാബുലറി വിടരുത് കേട്ടോ, അതും കൂടെ കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത എക്സാമിന് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.